മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ന്യൂസ് 18 കേരളം ബിഗ് ബ്രേക്കിംഗിലേക്ക് പോവുകയാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJP-യിലേക്കോ? ഇങ്ങനെയൊരു സംശയം ബലപ്പെടുകയാണ്. ഇങ്ങനെയൊരു അഭ്യൂഹം നിലനിൽക്കെ പത്മജ വേണുഗോപാലുമായിട്ട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ BJP-യിലേക്ക് പോകുമെന്നുള്ള സാധ്യത പത്മജ വേണുഗോപാൽ തള്ളിയിട്ടുമില്ല. BJP നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും പത്മജ വേണുഗോപാൽ തള്ളിയിട്ടില്ല. BJP-യുടെ പ്രമുഖ നേതാക്കൾ പത്മജ വേണുഗോപാലുമായി ചർച്ച നടത്തിയിരുന്നു. ചാലക്കുടി സീറ്റ് പോലും പത്മജ വേണുഗോപാലിന് വേണ്ടി BJP നീക്കിവെച്ചിരിക്കുകയല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത. സാധ്യത തള്ളിയിട്ടുമില്ല പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാലുമായി സംസാരിച്ച ഞങ്ങളുടെ പ്രതിനിധി അപർണ കുറുപ്പ് ചേരുന്നുണ്ട്. അപർണ, ഈ സാധ്യത, ഈ അഭ്യൂഹം എന്തായാലും തള്ളിയിട്ടില്ലല്ലോ പത്മജ വേണുഗോപാൽ. എന്താണ് അവർ പറയുന്നത്? പ്രധാനമായിട്ടും ഈ നമ്മൾ ചോദിച്ചത് 4 ദിവസം മുൻപ് പത്മജ വേണുഗോപാൽ BJP-യിലെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നൊരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പത്മജ BJP-യിലേക്ക് പോവുകയാണെന്നും BJP കാൻഡിഡേറ്റായി ചാലക്കുടിയിൽ മത്സരിച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉച്ചവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഇപ്പോഴാണ് പത്മജ വേണുഗോപാലുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത്. പത്മജ വ്യക്തമാക്കുന്നത് ഇത്തവണത്തെ ഇലക്ഷനിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് താൻ കടക്കുകയില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് താൻ കടക്കുകയില്ല. പക്ഷേ താൻ പാർട്ടിയുമായി കൃത്യമായി വ്യക്തമായി സ്വരച്ചേർച്ചയിലാണ് എന്ന് പത്മജ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സാധ്യത പൂർണ്ണമായി തള്ളുന്നില്ല. ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു തീരുമാനം താൻ എടുക്കുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഇപ്പോൾ പറയാവുന്ന അവസ്ഥയിലല്ല എന്ന് പറയുന്ന പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് താൻ പോകുകയില്ല എന്നൊരു വാദത്തിലെത്തുന്നില്ല. അതായത് പൊയ്ക്കൂടായികയില്ല, പക്ഷേ ആ ഒരു തീരുമാനം ഇപ്പോൾ താൻ എടുക്കുകയില്ല എന്ന് പറയുമ്പോഴും വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ആ തീരുമാനത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്ന പത്മജ വേണുഗോപാൽ പറയുന്നു, പാർട്ടിയുമായി ഞാൻ നല്ല സ്വരച്ചേർച്ചയിലല്ല. BJP-യുടെ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം തള്ളിയിട്ടുണ്ടോ പത്മജ വേണുഗോപാൽ? നമ്മളോട് പറയുമ്പോൾ അങ്ങനെ ഒരു ചർച്ച താൻ നടത്തിയിട്ടില്ല. 4 ദിവസം മുമ്പ് ആ ചർച്ച നടത്തിയിട്ടില്ല. ഒരു വ്യാപാര സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി താൻ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കമുള്ള കാര്യങ്ങളിൽ താൻ പങ്കെടുക്കുകയില്ല, താൻ ആ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്യുകയില്ല എന്ന് തന്നെ വ്യക്തമായി പറയുന്ന പത്മജ, അതായത് തൃശൂരിൽ പ്രചാരണത്തിന് പത്മജ വേണുഗോപാൽ ഉണ്ടായിരിക്കുകയില്ല എന്ന തരത്തിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടി പരിഗണിച്ചിട്ടില്ല. പാർട്ടിയുമായി വ്യക്തിപരമായിട്ടും അല്ലാതെയും കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവഗണന തനിക്ക് നേരിടുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രചാരണ രംഗത്തേക്ക് താൻ ഇറങ്ങുകയില്ല, ആ ഭാഗത്തേക്ക് താൻ കടക്കുകയില്ല എന്നുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെയാണ് പറയുന്നത് BJP-യിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പോകുകയില്ല എന്ന് പറയുകയോ അത് തള്ളിക്കളയുകയോ പത്മജ വേണുഗോപാൽ ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ വ്യക്തമായി ഞാൻ അറിയിക്കും. ഈ ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താൻ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നിടത്ത് പോലും, ആ ഒരു ഉറപ്പില്ലായ്മയ്ക്കകത്ത് പോലും ഈ പറയുന്ന വാക്കുകൾ തള്ളിക്കളയാനാവില്ല എന്ന കാര്യമുണ്ട്. അപർണ, ഈ ചാലക്കുടി സീറ്റ് വേണമെങ്കിൽ പത്മജ വേണുഗോപാലിന് നൽകാം. അതിൽ BDJS-ഉമായിട്ട് ഒരു സമവായം ഉണ്ടാക്കാൻ BJP-ക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെയൊരു ഓഫർ പത്മജയുടെ മുൻപാകെ BJP വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ തള്ളിക്കളയുകയുണ്ടായിട്ടുണ്ടോ? ചാലക്കുടിയുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യം, തൃശൂർ മണ്ഡലം താൻ നോക്കുന്നതേയില്ല, ഞാൻ തൃശൂർ ജില്ല തന്നെ താൻ നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ തൃശൂർ ജില്ലയിൽ ഏതെങ്കിലും തരത്തിൽ താൻ മത്സരിക്കാൻ തൃശൂർ ജില്ല പരിഗണിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. ചാലക്കുടിയിൽ കാൻഡിഡേറ്റ് ആവാനുള്ള ഒരു സാധ്യത അത് പരിപൂർണമായി തള്ളിയിട്ടുണ്ട്. ഈ ചർച്ചയുടെ സാധ്യത തള്ളുമ്പോൾ പോലും ആ ഒരു വാതിൽ താൻ അടച്ചിട്ടിട്ടില്ല, അത് തുറന്നിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ തൃശൂർ ജില്ല താൻ പരിഗണിക്കുന്നില്ല, അവിടെ മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. മഞ്ജുഷ്, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അപർണ, ഇപ്പോൾ പത്മജയോട് ഇങ്ങനെ ഒരു അഭ്യൂഹം പരക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല, BJP-യിലേക്കോ ഒരിക്കലും ഇല്ല എന്നുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്നത് തന്നെ BJP സാധ്യതകൾ പത്മജ വേണുഗോപാൽ അടച്ചിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണല്ലോ. അവരുടെ സംസാരത്തിൽ നിന്ന് ഇക്കാര്യങ്ങളല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും അതാണ്. അതായത് ആ സാധ്യത തള്ളുന്നില്ല. BJP-യിലേക്ക് സ്വാഭാവികമായിട്ടും പരിണതപ്രജ്ഞനായിട്ടുള്ള കെ കരുണാകരന്റെ മകളാണ്, കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ആ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ താൻ അങ്ങനെ പരിപൂർണമായിട്ട് തള്ളിക്കളയുക BJP-യിലേക്കോ എന്നുള്ളൊരു മറുചോദ്യം പോലും ഉയരുന്നില്ല ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നില്ല, വന്നുകൂടായിക
കഴിയുകയില്ല എന്ന് പറയുന്നിടത്ത് വ്യക്തമാണ്. ആ വാർത്തകൾ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളാൻ കഴിയാത്ത അവസ്ഥയാണ്. എടുത്തു ചോദിച്ചു ഉടനെ ഉണ്ടാകുമോ ഈ തീരുമാനമെന്ന് ചോദിക്കുന്നിടത്ത് ഈ ലോക്സഭ ഇലക്ഷൻ വരെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് താൻ കടക്കുകയില്ല എന്ന് പറയുന്നിടത്തും പത്മജ വേണുഗോപാൽ വളരെ വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ മനസ്സ് ബ്ലാങ്ക് ആണ് ഇപ്പോൾ, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയം ഇപ്പം എൻ്റെ തലയിലില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രചാരണ രംഗത്തേക്കും വരാത്തത്, മനസ്സിലൊന്നുമില്ല ഇപ്പോൾ, പക്ഷേ അസംതൃപ്തിയുണ്ട്, അവഗണനയിൽ വിഷമമുണ്ട് എന്നെടുത്ത് പറയുകയും ചെയ്യുന്നത് പത്മജ വേണുഗോപാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ്. മുൻ മുഖ്യമന്ത്രി ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. BJP നേതാക്കൾ പത്മജ വേണുഗോപാലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു സീറ്റ് പോലും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭ്യൂഹങ്ങളായി പരക്കുന്നതാണ്. ഇതിനെപ്പറ്റി പത്മജ വേണുഗോപാലിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ ഒരു സാധ്യതയും തള്ളിയിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJPയിലേക്കോ ഒരിക്കലും ഞാനില്ല എന്നുള്ള മറുപടി പത്മജയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. BJP നേതാക്കളോടും ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഈ ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യം തള്ളിയിട്ടുമില്ല BJP നേതാക്കൾ എന്നതും വളരെ പ്രസക്തമായ കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു ചലനമുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJP നേതാക്കൾ പത്മജ വേണുഗോപാലുമായിട്ട് സംസാരിച്ചു. അവർ പക്ഷേ BJPയിലേക്കുള്ള സാധ്യതകൾ അടച്ചിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നത്. വരും മണിക്കൂറിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവും. ഇതേക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും.